പിണറായി വിജയന്റെ പുതിയൊരു പോസ്റ്റ് വന്നു. ഇപ്പം ഈ ഇലക്ഷന് തോറ്റതിന് ശേഷം ആദ്യം പത്രമാധ്യമങ്ങളുടെ യാതൊരുവിധ കോൺവെർസേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ആ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്വരം ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കും എന്നുള്ള രീതിയിലാണ് എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത്. അപ്പം എങ്ങനെയാണ് ആ ഒരു വിഷയം കാണുന്നത്? ഇതിപ്പോ പിണറായി വിജയന്റെ പോസ്റ്റ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ അഭിപ്രായം, പിണറായി വിജയന്റെ സ്വരം എന്ന് പറയാനായിട്ട് പിണറായി വാ തുറന്ന് പറഞ്ഞതല്ല. ഈ പോസ്റ്റ് ഇത്രയും നീട്ടിപ്പിടിച്ചൊരു പോസ്റ്റ് പിണറായി വിജയൻ ടൈപ്പ് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ എഴുതി കൊടുത്തതായിരിക്കും എന്ന് ഫവാസിന് തോന്നുന്നുണ്ടോ? അത് PR ഹാൻഡിൽ ചെയ്യുന്നവര് എഴുതിയ ഒരു പോസ്റ്റ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് ഇപ്പോഴും ആ പാർട്ടിയെ വിശ്വസിച്ച് കൂടെ നടന്ന സഖാക്കൾക്ക് പോലും അറിയില്ല തോറ്റു കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ പിണറായി വിജയന്റെ അഭിപ്രായം എന്നുള്ളത്. അദ്ദേഹം എവിടെയും വാ തുറന്ന് അതിനെപ്പറ്റി സംസാരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ആകെ നടത്തിയൊരു പത്രസമ്മേളനത്തിലാണെങ്കിൽ പത്രക്കാരോട് കടന്ന് ചാടുന്നതും ചൂടാവുന്നതും മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ പണി കയ്യെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചൂടാവുന്നതിന്റെ വീണ്ടും വന്നിട്ടുണ്ട് വിഷ്വൽസ്. അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരു അദ്ദേഹം എന്തായാലും പുള്ളിക്കാരന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ അഭിപ്രായമായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് എഴുതാൻ അറിയാവുന്ന ഭാഷ ശുദ്ധിയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷ ഇതിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്ഥിരം ഭാഷാ ശൈലികളൊന്നും ഈ പോസ്റ്റിലില്ലല്ലോ. അപ്പോൾ അറിയാവുന്ന ആരും എഴുതി കൊടുത്തൊരു പോസ്റ്റ്. എന്തായാലും ആ പോസ്റ്റ് വായിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും ചെറിയൊരു മന്ദത ഉണ്ടായിരുന്നതൊക്കെ അങ്ങ് മാറിയിട്ട് എന്തോ ഒരു ബുദ്ധി തെളിഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നു. ഒരുപാട് ആദരിക്കേണ്ട കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആദരവോടെ സ്വീകരിക്കണം. ഈ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDF-ന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അഭിനന്ദനങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായ തിരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളത്. അപ്രതീക്ഷിതമായി എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവാം. പക്ഷെ ജനങ്ങൾക്ക് ഉറപ്പായിരുന്നു തോൽക്കും എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അപ്രതീക്ഷിതമല്ല. എന്നാലും എല്ലാവിധ എതിർ പ്രചരണങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇടയിൽ LDF-ന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. 35 പേർക്ക് കൊടുത്ത പിന്തുണ അടിപൊളിയാണ്. പിന്നെ ഈ 1/2 ഡസനിലധികം മന്ത്രിമാർ വീട്ടിൽ ഇരുന്നതും നല്ല രീതിയിലുള്ളൊരു പിന്തുണ ആയതുകൊണ്ട് നന്ദി പറഞ്ഞിട്ടുണ്ട്. 3-ാം വട്ടം തുടർച്ചയായി പ്രതീക്ഷിച്ച വിജയം കൈവിട്ടുവെങ്കിലും വലിയൊരു ജനവിഭാഗം LDF-നൊപ്പം ഉറച്ചു നിന്നു എന്നത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. LDF-ന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ്. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കഴിഞ്ഞ 10 വർഷത്തിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്നത് നിസ്സംശയമാണ്. അവ നിലച്ചു പോകാതിരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശക്തമായ ജനജാഗ്രത തുടർന്നും ഉണ്ടാകേണ്ടതുണ്ട്. അത് ജനജാഗ്രത തുടർന്നും ഉണ്ടാകണം എന്ന് പറയുമ്പോൾ 10 വർഷം നമ്മൾ അവരെ കുറ്റം പറഞ്ഞ പോലെ തന്നെ ഇനി വരാൻ പോണ സർക്കാരിൻ്റെ അടുത്തും നമ്മൾ കൃത്യമായിട്ടും ചോദിക്കാനുള്ള ആർജവം മാധ്യമപ്രവർത്തകർ കാണിക്കണം എന്നുള്ളതായിരിക്കാം. നവകേരള നിർമ്മാണത്തിനായി LDF മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ വിജ്ഞാന, സമ്പദ് വ്യവസ്ഥ, യുവജന, തൊഴിൽ, സാമൂഹ്യനീതി, പൊതു ആരോഗ്യവും വിദ്യാഭ്യാസവും ഇവയെല്ലാം തന്നെ മുന്നോട്ട് പോകുമെന്ന് ശക്തമായ പ്രതിപക്ഷ നിലപാടിലൂടെ ഉറപ്പാക്കും. അപ്പോൾ ഫവാസ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തന്നെ അദ്ദേഹം ചിലപ്പോൾ വരുമായിരിക്കാം. അതെ, അങ്ങോട്ട് തന്നെ ആയിരിക്കാം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും സാമൂഹ്യ സുരക്ഷയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച നയങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായവയാണ്. ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എല്ലായിടത്തും നടന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഫവാസ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ല പറഞ്ഞത്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നാ പറഞ്ഞത്. ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഓക്കെ, ഒരു ഏറ്റവും ചെറിയ എക്സാമ്പിൾ ആയിട്ട് കഴിഞ്ഞ ദിവസം പോലും കണ്ടൊരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ നമ്മുടെ കുറേ ചലഞ്ചസ് വീഡിയോ ഒക്കെ ഇപ്പോൾ യൂട്യൂബർമാർ സ്ഥിരമായിട്ട് നടത്തുന്നുണ്ടല്ലോ. അതിലൊരു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, അങ്ങനെ ഒരു ചലഞ്ച് നടത്തുമ്പോൾ ഒരു ഒന്നുമില്ലാത്ത വീട്ടിലേക്ക് ഫർണിച്ചർ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതുമൊക്കെ നമ്മുടെ കേരളത്തിലുള്ളതാണ്. ആ വീടിനകത്തൊരു ഫാൻ പോലും ഇല്ല. പിന്നെ കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടി, പാമ്പ് കടിച്ച് മരിച്ച കുട്ടി, വെറും നിലത്ത് മണ്ണിൽ പാവരിച്ച് കിടന്നുറങ്ങിയ കുച്ചാണ് അടുത്ത ദിവസം 8 വയസ്സുകാരൻ അടുത്ത ദിവസം മരിച്ചു പോയത്. ഈ അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഒരു സിമന്റ് തിണ്ണയിൽ പോലും കിടക്കാനുള്ള ഇല്ലാത്ത, ഇപ്പോഴും മണ്ണിൽ കിടന്ന് ഓലമേഞ്ഞ ഷെഡിൽ കിടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇവിടെയുണ്ട്. പിന്നെ എവിടെയാണ് ഈ അതിദാരിദ്ര്യം മാറിയത്? ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കമ്പയറിംഗ് ടു അതർ സ്റ്റേറ്റ്സ് സോ ബെറ്റർ എന്നുള്ള രീതിയിലായിരിക്കാം ഉദ്ദേശിച്ചത്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു വേർഡ് അവിടെ ഉപയോഗിക്കാൻ പാടുണ്ടോ? അതിദാരിദ്ര്യം തുടച്ചു നീക്കി എന്ന് പറയാൻ പാടുണ്ടോ? ഒരെണ്ണം പോലും ഉണ്ടാവാണ്ടിരിക്കണം, എന്നിട്ട് വേണം ഈ തള്ളാനായിട്ട്. ആ കുഞ്ഞു മരിച്ചു കിടന്നതും അതുപോലത്തെ ഒരു സ്ഥലത്താണ്.
അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരുപാട് ഇപ്പോഴും കയറി എന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഈ പാലക്കാടുകാരനല്ലേ ഫവാസ്, അതിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഇപ്പോഴും മര്യാദക്ക് വെള്ളം പോലും ചെല്ലാത്ത, നടക്കാൻ വഴി പോലും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന വേർഡ് അവര് ഇത് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ആ ഒരു വേർഡിനോട് ഒരു കണക്കിലും യോജിക്കില്ല. എന്നാലും ബാക്കി ഇങ്ങോട്ട് വരുമ്പോൾ കേരളത്തിന്റെ മതനിരപേക്ഷതയും ബഹുസ്വരതയും സംരക്ഷിക്കുക എന്നത് LDFന്റെ അടിസ്ഥാന നിലപാടാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ചില സൂചനകൾ മതനിരപേക്ഷത സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ്. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരമാണ്. ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ഈ തിരഞ്ഞെടുപ്പിനിടയിൽ വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടന്നുവെന്നത് മുൻപും പറഞ്ഞതാണ്. അതിൽ ചില മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അർത്ഥസത്യങ്ങളെയും അതിശയോക്തികളെയും വസ്തുതാവിരുദ്ധ പ്രചരണങ്ങളെയും ആശ്രയിച്ച അവതരണങ്ങൾ ജനാധിപത്യത്തിന് ഗുണകരമല്ല. എങ്കിലും ഈ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് പ്രധാനം എന്നത് LDF വിശ്വസിക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി പരിശോധിക്കുവാനും എല്ലാ സഖാക്കളുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായ തുറന്ന പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പൊതുസമൂഹത്തിൽ നിന്നും സഖാക്കളിൽ നിന്നും ഉയരുന്ന ആശങ്കകളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഗൗരവബുദ്ധിയ പരിശോധിക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനങ്ങൾ എടുക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാണ്ടിരുന്നത് മുമ്പോട്ട് പോയത് എന്നുള്ളത് ഇനിയിപ്പോ വാ തുറക്കാനുള്ള സ്വാതന്ത്ര്യം സഖാക്കൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ ഇനി കേട്ടിട്ട് വലിയ കാര്യമുണ്ടോ? LDFന് വേണ്ടി 10,000-കണക്കിന് പ്രവർത്തകരാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അഹോരാത്രം ഏറ്റെടുത്തത്. അവരെ ആകെ അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങളെ എതിർത്ത ശക്തികൾ UDF, BJP, ചില മാധ്യമങ്ങളുടെ നിലപാട് ഇവയെല്ലാം ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ഫലം ഉണ്ടായത്. അതായത് UDFും BJPയും ചില മാധ്യമങ്ങളും കൂടിയാണ് തോപ്പിച്ചതെന്നാണ് പറയുന്നത്. ജനങ്ങളല്ല തോപ്പിച്ചത്. ജനങ്ങൾ എന്റെ കൂടെ ജനങ്ങളല്ല തോപ്പിച്ചത്. ഏത് ചാനലാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തതെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത്രയും കോടികൾ മുടക്കി PR നടത്താന്നുണ്ടെങ്കിൽ ചാനലുകളെ വിലക്ക് വാങ്ങാൻ പറ്റാത്ത ആൾക്കാരാണോ ഇവര്? എന്തായാലും ഇപ്പൊ ജയിക്കും 76 ഭൂരിപക്ഷം എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അരുൺ സാറൊക്കെ ഇരുന്ന് വാദിച്ച ചാനലുകളൊക്കെ ഉണ്ട്. ട്രീ കട്ടർ ചാനലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഏതൊക്കെ മാധ്യമങ്ങളാണ് ഇത്രയും വലിയ രീതിയിൽ ഇതിനെ സഹായിച്ചേക്കണെന്ന് അറിയില്ല. എന്തായാലും ജനങ്ങളല്ല തോപ്പിച്ചത്, UDFും BJPയും മാധ്യമങ്ങളും കൂടിയാണെന്ന് അദ്ദേഹം പറയുന്നത്. ജനവികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ്. ജനങ്ങൾ നൽകിയ വിധിയെ മാനിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നുണക്കഥകളും കോർപ്പറേറ്റ് PR ബുദ്ധിശാലികളിൽ ഉരുത്തിരിഞ്ഞ വ്യാജ പ്രചരണങ്ങളും ഞങ്ങളെ പിന്നോട്ടടിപ്പിക്കില്ല. PR-ന്റെ തമ്പുരാനെന്ന് കൂടി നമ്മൾ നോട്ടീസ് ബോർഡ് എഴുതേണ്ട അവസ്ഥയാ. LDFന്റെ നിലപാടുകളിലും ഇടപെടലുകളിലും വന്ന വീഴ്ചകൾ ജനാധിപത്യപരമായി തന്നെ പരിശോധിക്കും. ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. ജനങ്ങളോടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് കൂടുതൽ വ്യക്തതയോടെയും ആത്മവിശ്വാസത്തോടെയും LDF മുന്നോട്ട് പോകും. ഇതൊന്നും ഇച്ചിരി ദിവസം മുമ്പ് ചിന്തിച്ചിരുന്നെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയില്ലായിരുന്നു. കേരളത്തിന്റെ ഭാവിക്കായി, ജനങ്ങളുടെ ക്ഷേമത്തിനായി, ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി പോരാട്ടം തുടരും. LDFനൊപ്പം നിന്ന് എല്ലാവർക്കും വീണ്ടും നന്ദി അറിയിക്കുന്നു. കേരള ജനതയുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കൂടുതൽ ശക്തമായി തിരിച്ചു വരും എന്ന് ഉറപ്പ് നൽകുന്നു. എന്തായാലും തിരിച്ചു വരും എന്നൊക്കെയുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ഇത്രയും വൈകി വന്ന വെളിവാണോ ഇതെന്നുള്ളത് അറിയില്ല. ഇത് വെളിവ് വന്നിട്ട് എഴുതിയതാണോ? ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ PR ഹാൻഡിൽസ് എഴുതി പിടിപ്പിച്ചതായിരിക്കാം. എന്നാലും അദ്ദേഹം ഇതുപോലൊരു സ്വയം വിലയിരുത്തലിന് കുറച്ചു നേരത്തെ മുന്നേ കൂടെ തയ്യാറായിരുന്നെങ്കിൽ ഇത്രയും ദാരുണമായിട്ടുള്ളൊരു തോൽവി വരില്ലായിരുന്നു. പക്ഷെ ഈ പറയുന്നത് പോലെ ഇത്രയും വിനയനായിട്ടൊന്നും അദ്ദേഹത്തിനൊരു ആത്മപരിശോധന സാധ്യമാകുമെന്ന് തോന്നണില്ല. അദ്ദേഹത്തിന്റെ ഒരു പാസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം എവിടെ നിന്നാണ് വളർന്നു വന്നത് എന്നുള്ളത്. ഈ തോൽവി ഒന്നാലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് CPM-നെ അപേക്ഷിച്ച് വളരെ നല്ലതാണ്. കാരണം ഈ പാർട്ടി പ്രത്യേകം ഒരിക്കലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടാത്ത പാർട്ടിയായിരുന്നു എല്ലാ കാലത്തും. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരുപാട് മാറ്റി പാർട്ടിക്ക് വരുന്നു. പിണറായി എന്നുള്ള ഒറ്റ ബ്രാൻഡിലോട്ട് ഇപ്പൊ നമ്മൾ കാണാം LDF തുടരും എന്നുള്ള സാധനം കൊടുക്കുമ്പോൾ പോലും അവിടെ പിണറായി എന്നുള്ള ബ്രാൻഡ് ഇമേജ് സാധാരണ അങ്ങനെ കൊടുക്കാറില്ല. LDF സർക്കാരായിരുന്നില്ല, പിണറായി സർക്കാരായിരുന്നു. അതെ, ഒരിടത്തും LDF സർക്കാർ എന്ന് പോലും പറയാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. പിണറായി എന്നുള്ള സാധനം അതാണ് ഇപ്പൊ ഭരണവിരുദ്ധത്തിനെതിരെ പിണറായിക്കെതിരെയുള്ള വിരുദ്ധതാണ് പ്രധാനപ്പെട്ട നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ കണ്ണൂരിലൊക്കെ ഈ പറഞ്ഞ പോലെ P. ജയരാജനൊക്കെ ചന്താകരമേ എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ ഉണ്ടാവും. അപ്പം ഈ പറഞ്ഞ പോലെ അന്ന് ഈ പറഞ്ഞ പാർട്ടികളൊക്കെ പറയും വ്യക്തികളെ ആരാധിക്കുന്ന പൂജിക്കുന്ന സമ്പ്രദായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല എന്ന് പറയുന്നത്. അതേ ഇവരെ തന്നെ എന്താ പറയാ കേരളം ഭരിച്ചിടും ഒരു വലിയ ആൾക്കാർ ഒരുപാട് സ്ത്രീകളെ വെച്ച് ഒരു ഭരതനാട്യമല്ല
ഒരു തിരുവാതിര കളി തിരുവാതിര, നടത്തിയത്. അതിൽ കാരണഭൂതർ എന്നൊക്കെ പറഞ്ഞ കാരണഭൂതനായിരുന്നു കേരളം ഭരിക്കുന്ന. അത് എന്തൊക്കെ രീതിയിലാണ്. അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു പാട്ടും പിന്നീട് പുറത്തു വന്നായിരുന്നു. അപ്പൊ അത്രയും പുകഴ്ത്തലുകളിൽ വീണ് പോയ ഈ ശരിക്കും പാണ്ഡ്യല ഷാജി സാറൊക്കെ പറയുന്ന പോലെ രജനീകാന്ത് വന്നിറങ്ങുന്നത് പോലെയാണ് അദ്ദേഹം എന്ന്, ഒരു വലിയ രജനീകാന്ത് ആരാധകനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം ചിലപ്പോ അങ്ങനെയായിരിക്കും അദ്ദേഹത്തെ പറ്റി വിചാരിച്ചു വെച്ചിട്ടുണ്ടാവുക. സ്വപ്നലോകത്തിലായിരിക്കും അദ്ദേഹം ജീവിച്ചിട്ടുണ്ടാവുക. പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാള്, വളരെ ചെറുപ്പത്തിലെ തന്നെ കേരളത്തിൽ കണ്ട ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിയായിട്ട് വന്ന ആള്, ഇതിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആള്. അതിനുശേഷം ഇങ്ങോട്ട് എടുത്ത് നോക്കിയാലും പുറത്ത് വന്നതും വരാത്തതുമായിട്ടുള്ള ഒരുപാട് കൊലപാതക കേസുകളിൽ, വെണ്ടൊട്ടായി ബാബുവിന്റെ ഉൾപ്പെടെയുള്ള കേസുകളിൽ കൃത്യമായിട്ടും പ്രതിസ്ഥാനത്ത് വന്ന മനുഷ്യനാണ്. പക്ഷെ സാക്ഷി പറയാൻ പോലും ആരും ഇല്ലാണ്ട് FIR പോലും തേഞ്ഞു മാഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് അത് ആ കാലത്ത് അദ്ദേഹത്തിന് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിണറായി വിജയനിലേക്കുള്ള വളർച്ചയ്ക്കിടെ അദ്ദേഹം ഒരുപാട് എന്നുവെച്ചാൽ വ്യവസായികൾ പോലും പേടിക്കുന്ന ഒരാളാണ്. എല്ലാവരുടെയും തലപ്പത്തിരിക്കുന്ന ഒരു ഡോൺ തന്നെയാണ് ഈ പറയുന്ന PV എന്ന് പറയുന്ന പിണറായി വിജയൻ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിനൊരു വളർച്ച വന്നിട്ടുണ്ട്. അത് പക്ഷെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ കൂടെ ആയിരുന്നില്ല. കമ്മ്യൂണിസം നെഞ്ചിക്കൊണ്ട് നടക്കുന്ന സഖാക്കൾക്ക് ഒരിക്കലും പിണറായി വിജയൻ നല്ലൊരു നേതാവായിരിക്കില്ല. കമ്മ്യൂണിസം അല്ലെങ്കിൽ ഇത് പിന്തുടരുന്ന ആൾക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസം ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഞാനും ഉള്ളത്. പക്ഷെ പിണറായിയുടെ കമ്മ്യൂണിസം അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു പിണറായി വിജയന്, ഇത്രയും നാൾ ഈ 40 വണ്ടി അകമ്പടിയോടുകൂടി നടന്നിരുന്ന പിണറായി വിജയന് ഇതുപോലെ ഇതിൽ ഈ പോസ്റ്റിൽ പറഞ്ഞ് തള്ളി മറിച്ചിരിക്കുന്നത് പോലെയുള്ള സ്വയം ആത്മപരിശോധനയ്ക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു തിരിച്ചുവരവിനോ ഒന്നും സാധ്യമാകുമെന്ന് തോന്നുന്നില്ല.